കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം മറ്റന്നാൾ ചേരും. പാർട്ടി പിളർന്ന സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. നാളെ UDF-ഉമായി മാണി വിഭാഗം സീറ്റ് ചർച്ചയും നടത്തും. പാർട്ടി വിട്ടവർ നേരത്തെ LDF-ഉമായി ചർച്ച നടത്തിയിരുന്നു എന്ന് ഇന്ന് മാണി പറഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും VM സുധീരനും വീരേന്ദ്രകുമാറുമായി കൂടിക്കാഴ്ച നടത്തി. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടത്തിയത്. സീറ്റ് വിഭജനത്തിൽ ഇരു പാർട്ടികളും തമ്മിൽ അന്തിമ തീരുമാനമായില്ല. 7-ന് വീണ്ടും ചർച്ച നടത്തും. JDU കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന് വീരേന്ദ്രകുമാർ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വാർത്തകളിലേക്ക്. കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ ഏപ്രിൽ 3-ാം വാരം വോട്ടെടുപ്പും മെയ് 2-ാം വാരം ഫലപ്രഖ്യാപനവും നടക്കും. ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പെന്നും സൂചനയുണ്ട്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം പുരോഗമിക്കുകയാണോ? 3 മണിയോടുകൂടി കേരളത്തിൻ്റെതടക്കം 5 സംസ്ഥാനങ്ങളിലെ തീയതികൾ എന്ന് അറിയാനാകുമോ? എന്തൊക്കെ വിശദാംശങ്ങൾ? ജിംഷാദ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സെയ്ദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്പൂർണ്ണ യോഗം അവസാനിച്ചിരിക്കുന്നു. തീയതികളിൽ ഈ സമ്പൂർണ്ണ യോഗം അന്തിമ രൂപം നൽകുകയും നേരത്തെ തീരുമാനിച്ച തീയതികൾക്ക് അംഗീകാരം നൽകുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 മണിയോടുകൂടി മാധ്യമ പ്രവർത്തകരെ കാണുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിലെ തീയതികൾ ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സെയ്ദി നേരിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. അതോടുകൂടി 5 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം, പുതുച്ചേരി, കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് പ്രഖ്യാപിക്കുക. ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭ നിലവിലെ കാലാവധി മെയ് ജൂൺ മാസത്തോടുകൂടി പൂർത്തിയാവുകയാണ്. ഇതിൽ കേരളം, ആസാം, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റഘട്ടമായി നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ ഏപ്രിൽ 3-ാം വാരത്തോടുകൂടിയോ 4-ാം വാരത്തോടുകൂടിയോ ആയിരിക്കും കേരളത്തിൽ വോട്ടിംഗ് നടക്കുക. കാരണം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സംസ്ഥാനത്തെത്തി പാർട്ടികളുമായി നടത്തിയ ചർച്ചയിൽ ഏപ്രിൽ അവസാന വാരമോ 3-ാം വാരത്തോടു കൂടിയോ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് പ്രധാനമായും ആവശ്യം ഉയർന്നത്. മെയ് ആദ്യ വാരത്തോടു കൂടി നടത്തണം എന്നൊരു ആവശ്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ ഏപ്രിൽ അവസാന വാരമോ അല്ലെങ്കിൽ 3-ാം വാരത്തോടു കൂടിയോ ആയിരിക്കും വോട്ടിംഗ് തീയതികൾ പ്രഖ്യാപിക്കുക. മെയ് 2-ാം വാരത്തോടു കൂടി വോട്ടെണ്ണി ഫലപ്രഖ്യാപിക്കുന്ന രീതിയിലാണ് ഡേറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും. പശ്ചിമ ബംഗാളിൽ തന്നെ നിരവധി മണ്ഡലങ്ങൾ പലതും അതീവ പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കേണ്ടതുണ്ട് എന്ന് മാത്രം അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളുടെ ഭാഗമായി 2 ഘട്ടമായി നടത്തും. തമിഴ്നാട്ടിലും ഇതേ ക്രമീകരണങ്ങളായിരിക്കും. കാരണം തമിഴ്നാട്ടിൽ മാത്രം 234 സീറ്റുകളുണ്ട്. ആ സീറ്റുകളുടെ എണ്ണത്തിന്റെ ആധിക്യം കണക്കിലെടുത്ത് 2 ഘട്ടമായി നടത്താനാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 3 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കും. അജിംഷാദ്, തീർച്ചയായും സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. കേരളമടക്കം 5 സംസ്ഥാനങ്ങൾ, അസം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി അടക്കം ഉള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി എന്ന് അറിയാം. ഇന്ന് 3 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പ്രഖ്യാപിക്കും. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ യൂത്ത് ലീഗിന് അതൃപ്തി. ലീഗിൻ്റെ 24 സീറ്റുകളിൽ വിജയസാധ്യതയുള്ള 20 എണ്ണത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളായപ്പോൾ ഒരാളെപ്പോലും യൂത്ത് ലീഗിൽ നിന്ന് പരിഗണിച്ചില്ല. വനിതകളെ പൂർണ്ണമായും അവഗണിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഇത്തവണയും ലീഗിനുള്ളത്. സംസ്ഥാന നേതൃത്വത്തോട് യൂത്ത് ലീഗ് പ്രതിഷേധമറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ 2 പേർ 60 വയസ്സ് കഴിഞ്ഞവരും മറ്റു 2 പേർ 50 കഴിഞ്ഞവരും. സാധ്യതാ പട്ടികയിൽ യൂത്ത് ലീഗ് അഖിലേന്ത്യാ കൺവീനർ PK ഫിറോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി CK സുബൈർ, യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി എന്നിവരുടെ പേരുണ്ടായിരുന്നെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ കാണാനില്ല. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ MSFന് പോലും അവസരം നൽകിയിരുന്ന ചരിത്രമുണ്ടെങ്കിലും അതും ഇത്തവണ കണ്ടില്ല. ലീഗിന് 24 സീറ്റുണ്ടെങ്കിലും ജയിച്ച മണ്ഡലം 20 എണ്ണം മാത്രം. ഈ മണ്ഡലങ്ങളിൽ അവസരം നിഷേധിച്ചതിലുള്ള പ്രതിഷേധം യൂത്ത് ലീഗ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. ലീഗിന് ലഭിച്ച 600ഓളം ബോർഡ് അംഗങ്ങളിൽ 10% പോലും യൂത്ത് ലീഗിനെ പരിഗണിച്ചില്ലെന്നും പരാതിയുണ്ട്. സ്ഥാനാർത്ഥികളായി ലീഗിന് ഇത്തവണയും വനിതകളുണ്ടാവില്ല. വനിതാ ലീഗിന് ദേശീയ നേതൃത്വവും ശാഖാതലം വരെ യൂണിറ്റുകളുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വനിതകൾക്ക് സീറ്റ് വാഗ്ദാനവും ചെയ്തിരുന്നു.
എന്നാൽ സമസ്തയുടെ കടുത്ത എതിർപ്പ് തന്നെയാണ് അവസരം നിഷേധിച്ചതിനു പിന്നിൽ. അവശേഷിക്കുന്ന 4 സീറ്റുകളിൽ അവസരം നൽകുന്നതും നൽകാത്തതും ഒരുപോലെയാണെന്ന് യൂത്ത് ലീഗും വനിതാ ലീഗും കരുതുന്നു. മുജാഹിദ് പ്രസ്ഥാനവുമായി അടുപ്പമുള്ള യൂത്ത് ലീഗ് നേതാക്കൾക്ക് ജയസാധ്യതയുള്ള സീറ്റുകൾ നൽകി സമസ്തയെ ചൊടിപ്പിക്കേണ്ടെന്ന കണക്കുകൂട്ടലിലാണ് ലീഗ് നേതൃത്വം. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സാലിഹ്. തിരുവമ്പാടിയിൽ ലീഗ് നിശ്ചയിച്ച സ്ഥാനാർത്ഥി സ്വീകാര്യനല്ലെന്ന് താമരശ്ശേരി രൂപത. സഭാവക്താക്കൾ മുഖ്യമന്ത്രിയെ ഇക്കാര്യം അറിയിച്ചു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി സഭാപ്രതിനിധികൾ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ തിരുവമ്പാടി കോൺഗ്രസ് തിരിച്ചെടുക്കണമെന്നാണ് മലയോര വികസന സമിതി പ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് VM സുധീരൻ എന്നിവരുമായി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് താമരശ്ശേരി രൂപതയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതി തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചത്. തിരുവമ്പാടിയിൽ സ്ഥാനാർത്ഥിയായി VM ഉമ്മർ മാസ്റ്ററെ ലീഗ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് മലയോര വികസന സമിതി പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ലീഗ് സ്ഥാനാർത്ഥി തങ്ങൾക്ക് സ്വീകാര്യനല്ലെന്നും പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നും മലയോര വികസന സമിതി കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ UDF അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി മലയോര വികസന സമിതി പ്രവർത്തകരെ അറിയിച്ചു. ഘടകകക്ഷികളുമായി തിങ്കളാഴ്ച നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ചർച്ചകളിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. പെട്ടെന്ന് സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കാനുള്ള നിലപാടുകളാണ് ഓരോ കക്ഷിയും എടുത്തിട്ടുള്ളത്. 7-ാം തീയതി എല്ലാ കക്ഷികളുമായിട്ട് ചർച്ചയുണ്ട്. ലീഗുമായിട്ടുള്ള പ്രാഥമിക ചർച്ച കഴിഞ്ഞു. കേരള കോൺഗ്രസുമായിട്ട് 5-ാം തീയതി ഉണ്ട്. അത് കഴിഞ്ഞാൽ 7-ാം തീയതി എല്ലാ കക്ഷികളുമായിട്ട് സംസാരിച്ച് കക്ഷികളുടെ ആയിട്ടുള്ള സീറ്റ് വിഭജനത്തിന് നല്ല പുരോഗതി ഉണ്ടാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക ലക്ഷ്യം. ലീഗിന്റെ സിറ്റിംഗ് സീറ്റായതിനാലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനാലും തിരുവമ്പാടി വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. അതേസമയം താമരശ്ശേരി രൂപതയെ പിണക്കി ലീഗ് സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാൽ വിജയിക്കാനാവില്ലെന്ന വസ്തുത കോൺഗ്രസ് നേതാക്കൾക്ക് തലവേദനയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗുരുവായൂർ സീറ്റിനെ ചൊല്ലി തൃശൂരിൽ കോൺഗ്രസ് ലീഗ് തർക്കം രൂക്ഷമാകുന്നു. മുസ്ലിം ലീഗിനെ ഒഴിവാക്കി നേരിട്ട് മത്സരിക്കാൻ കോൺഗ്രസ് കരുനീക്കം ആരംഭിച്ചു. മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ജയിക്കാനാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രതികരണം. അതിനിടെ സീറ്റ് പിടിച്ചെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വവും രംഗത്തെത്തി. തുടർച്ചയായി UDF സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗുരുവായൂർ മണ്ഡലം ഏറ്റെടുത്ത് നേരിട്ട് മത്സരിക്കാൻ കോൺഗ്രസിൽ നീക്കം നടക്കുന്നത്. DCC പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടിയെ ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയാക്കാനും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. മുസ്ലിം ലീഗിന് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമില്ലെന്നും കൈപ്പത്ത് ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയുണ്ടായാൽ വിജയം ഉറപ്പാണെന്നും കോൺഗ്രസ് നേതാക്കൾ പരസ്യപ്രതികരണം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ സ്ഥാനാർത്ഥികൾ ആരുമാകട്ടെ പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ജയസാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ അവകാശവാദത്തിനെതിരെ രൂപീകരണം മുതൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണവുമുണ്ടായി. പരമ്പരാഗത സീറ്റായ ഗുരുവായൂർ വിട്ടുനൽകില്ലെന്നും പരാജയം എടുത്തുകാട്ടി സീറ്റ് വെച്ചുമാറണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം പ്രായോഗികമല്ലെന്നും ലീഗ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. അതങ്ങനെ ഓരോ പാർട്ടികൾക്കും അത്തരം ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിക്കാം. അതൊരിക്കലും മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കുക എന്നൊരു ചർച്ചയിലേക്ക് വന്നിട്ടില്ല. ലീഗിന് ജില്ലയിൽ ശക്തനായ സ്ഥാനാർത്ഥി ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ക്യാമ്പുകൾ വ്യാപക പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ മലപ്പുറത്ത് മാത്രമായി ഒതുക്കാനുള്ള ശ്രമങ്ങൾ വിലപ്പോവില്ലെന്ന പ്രതികരണമാണ് പ്രാദേശിക ലീഗ് നേതാക്കൾ പങ്കുവെക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗ്രൂപ്പ് വഴക്കുകൾക്കിടെ ഗുരുവായൂർ സീറ്റിനെ ചൊല്ലിയുള്ള കോൺഗ്രസ് ലീഗ് തർക്കവും മുന്നണിക്കുള്ളിൽ തലവേദനയാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ വനിതകൾക്ക് അവസരം നൽകണമെന്ന് ബിന്ദു കൃഷ്ണ. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ 25% വനിതകൾക്കായി മാറ്റിവെക്കണമെന്നും ബിന്ദു കൃഷ്ണ ആവശ്യപ്പെട്ടു. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ വനിതകളെ ഒതുക്കാൻ ലക്ഷ്യമിട്ട് കോൺഗ്രസ് നേതൃത്വം വിജയസാധ്യതയില്ലാത്ത മണ്ഡലം അടിച്ചേൽപ്പിച്ചതിനെതിരെയാണ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദുകൃഷ്ണ ഒരു മുഴം മുന്നേറിഞ്ഞ് വനിതകളുടെ പ്രതിഷേധം അറിയിച്ചത്. സമീപകാലത്ത് സ്ത്രീകൾക്ക് കോൺഗ്രസ് പരിഗണന നൽകുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് പോലൊരു വിശാലമായ രാഷ്ട്രീയത്തിൽ ചർച്ചകൾക്കൊക്കെ അവസാനം ഒരു തീരുമാനമാകുമ്പോൾ ഈ സമീപ ഭൂതകാലത്ത് സ്ത്രീകൾക്ക് അർഹമായ പരിഗണന കിട്ടിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. 7 സീറ്റുകൾ സ്ത്രീകൾക്കായി UDF നീക്കിവെച്ചു, കോൺഗ്രസ് നീക്കിവെച്ചു. അതിൽ 6 സീറ്റും അതിന് തൊട്ടു മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ മാർജിനിൽ കോൺഗ്രസ് UDF പരാജയപ്പെട്ട മണ്ഡലങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി സ്ത്രീകളും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ
വിജയശ്രീലാളിതരായി വരണമെങ്കിൽ ഇത്തവണ സ്ത്രീകളെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ 25% സീറ്റുകൾ വനിതകൾക്കായി മാറ്റിവെക്കണമെന്നും ബിന്ദുകൃഷ്ണ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ 25% വനിതകൾക്കായി നീക്കിവെക്കണമെന്ന ന്യായമായ ആവശ്യമാണ് ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തോട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഏറ്റവും കുറഞ്ഞത് ഒരു വനിതയ്ക്കെങ്കിലും അവസരം കൊടുക്കണമെന്ന ആവശ്യം കൂടി പറയുന്നുണ്ട്. അതേസമയം തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതോ ഭൂഷണമല്ലാത്തതുകൊണ്ട് താൻ അതിന് മുതിരുന്നില്ലെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. വാർത്തകളിലേക്ക്. കൊല്ലം ചവറ KMML വർക്കർ തസ്തികയിലേക്ക് കോഴ വാങ്ങി നിയമനം നടത്തുന്നു. നിയമന ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. ഈ മാസം 2-നാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി PH കുര്യൻ കരാർ തൊഴിലാളിയായ താഹയ്ക്ക് സ്ഥിരം നിയമനം നൽകി ഉത്തരവിറക്കിയത്. സഹതാപ തൊഴിൽദാന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 5% അംഗപരിമിതനായ വ്യക്തിക്ക് നിയമനം നൽകിയത്. തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണിന്റെ യൂണിയന്റെ താൽപര്യമാണെന്നും നിയമനം കോഴ വാങ്ങിയാണെന്നും KMML ടൈറ്റാനിയം എംപ്ലോയീസ് യൂണിയൻ CITU ആരോപിച്ചു. അർഹതപ്പെട്ട ഈ 5% കൂടുതൽ ഡിസബിലിറ്റി ബാധിച്ചിട്ടുള്ള ആക്സിഡന്റ് പറ്റിയിട്ടുള്ള പഴയ കോൺട്രാക്ട് വർക്കർമാർ ഒക്കെ നിലവിൽ അവർ യാതന അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നിയമനം ഇവിടെ നടക്കുന്നതെന്നുള്ളത് അതീവ ലജ്ജാകരമാണ്. ഇത് പച്ചയ്ക്ക് കോഴ വാങ്ങുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ അവസാന നിമിഷത്തിൽ എന്തും പോരട്ടെ എന്തും അടിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നടത്തുന്ന ഒരു നിയമന പ്രക്രിയയാണ്. ഇത് അടിയന്തരമായിട്ട് അവസാനിപ്പിക്കാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. കരാർ തൊഴിലാളികൾ 5% കൂടുതൽ അംഗപരിമിതർ ഉള്ളപ്പോഴാണ് അനർഹർക്ക് പിൻവാതിൽ നിയമനം. ഇതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് CITU യൂണിയൻ. രാജ്കുമാർ, കൊല്ലം. കോട്ടയം ബെസേലിയോസ് കോളേജിൽ കത്തിവീശി സംസ്ഥാന സഹകരണ ബാങ്ക് പരീക്ഷാ കൺട്രോളർ ബോർഡ് ചെയർമാൻ കുഞ്ഞില്ലംപള്ളിയുടെ അഴിഞ്ഞാട്ടം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ബന്ധുവായ ഇയാൾ കോളേജ് പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്തു. ആക്രമണത്തെ ചെറുത്ത വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നേരെ ഇയാൾ കത്തിവീശി വധഭീഷണി മുഴക്കി. ഏതാനും വിദ്യാർത്ഥികൾ മോശമായി സംസാരിച്ചെന്നും ഇതിൽ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ കുഞ്ഞില്ലംപള്ളിയുടെ മകൾ കോളേജ് പ്രിൻസിപ്പൽ അലക്സാണ്ടർ V. ജോർജിന് പരാതി നൽകിയിരുന്നു. ഇതേക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് സംസ്ഥാന സഹകരണ ബാങ്ക് പരീക്ഷാ കൺട്രോൾ ബോർഡ് ചെയർമാനും മുഖ്യമന്ത്രിയുടെ ബന്ധുവുമായ കുഞ്ഞില്ലംപള്ളി കോളേജിലെത്തിയത്. സാക്ഷിമൊഴിയെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ മകൾക്ക് അനുകൂലമായ നിലപാടെടുപ്പിക്കാനുള്ള കുഞ്ഞില്ലംപള്ളിയുടെ നീക്കത്തിന് പ്രിൻസിപ്പൽ വഴങ്ങിയില്ല. തുടർന്ന് പ്രിൻസിപ്പലിന് നേരെ കുഞ്ഞില്ലംപള്ളി അസഭ്യവർഷം ചൊരിയുകയായിരുന്നു. പ്രിൻസിപ്പൽ ഇയാളെ മുറിയിൽ നിന്ന് ഇറക്കിവിട്ടതോടെ ക്രുദ്ധനായ ഇല്ലംപള്ളി കോളേജിന്റെ മുറ്റത്തെത്തി പ്രിൻസിപ്പലിന് നേരെ വീണ്ടും അസഭ്യം ചൊരിഞ്ഞു. ഇത് ചോദ്യം ചെയ്ത അധ്യാപകർക്കും ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും നേരെ പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന കത്തിയെടുത്ത് വീശി. ഇയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പെട്ടെന്ന് പത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് വന്ന കത്തിയെടുത്ത് ഞങ്ങളുടെ നേരെ വീശുകയും ചെയ്യുന്നത്. ഞാൻ CMന്റെ ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ട്. നീയൊക്കെ നിന്നെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യടാന്ന് പറഞ്ഞിട്ടാണ് വെല്ലുവിളിക്കുക ഞങ്ങളെ ചെയ്തു. കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയതോടെ കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ട ചിലർ പിന്നീട് കുഞ്ഞില്ലംപള്ളിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു. കുഞ്ഞില്ലംപള്ളിയുടെ അഴിഞ്ഞാട്ടം കോളേജിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കയ്യേറ്റം ചെയ്ത പരാതിയിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്ന് ബെസേലിയസ് കോളേജ് പ്രിൻസിപ്പൽ അലക്സാണ്ടർ V. ജോർജ് പറഞ്ഞു. കുഞ്ഞില്ലംപള്ളിയാണ് എൻ്റെ മകളുടെ എൻക്വയറി എന്തായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നടക്കുന്നുണ്ട്, എന്നെ അറിയത്തില്ല, ഞാൻ ഇന്നാളാണ്, അധികം കളിക്കരുത്, ഒത്തിരി പ്രിൻസിപ്പൽമാരെ കണ്ടിട്ടുണ്ട്, ഞാൻ അത് തന്നെ കുറേ അസഭ്യങ്ങൾ പറയും. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഓഫീസ് സ്റ്റാഫ് വന്ന് ഇത് പിടിച്ചു മാറ്റി ഇതായി സംസാരിക്കുകയും ഓഫീസിൽ സംസാരിക്കുകയും ഇങ്ങനെ ആക്രോശിച്ച് മുന്നോട്ടിറങ്ങി പുള്ളി അവിടെ വെച്ച് കത്തി വീശി എല്ലാവരുടെ മുമ്പിൽ. കോട്ടയം ക്രൈംബ്രാഞ്ച് SIയെ ആക്രമിച്ച കേസിൽ കോടതി കുഞ്ഞില്ലംപള്ളിയെ പിടികിട്ടാപ്പുള്ളിയായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ബന്ധുവായ ഇയാൾ ഭരണ സംവിധാനത്തെ സ്വാധീനിച്ച് പിന്നീട് കേസ് ഇല്ലാതാക്കി. തുടർന്നാണ് സംസ്ഥാന സഹകരണ ബാങ്ക് പരീക്ഷാ കൺട്രോൾ ബോർഡിന്റെ ചെയർമാനായത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇടവേള. ക്ഷമിക്കണം, മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചി കോർപ്പറേഷന്റെ പുതിയ വാർഷിക ബജറ്റിൽ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ കേബിൾ TV കാണുന്ന ഉപഭോക്താക്കൾ പ്രതിമാസം 10 രൂപ വിനോദ നികുതിയായി നൽകണമെന്ന് കോർപ്പറേഷൻ തീരുമാനത്തിനെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്ത്. ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സാമ്പത്തിക പ്രതിസന്ധികൾ കേബിൾ TV ഓപ്പറേറ്റർമാർ നേരിടുമ്പോൾ ഓപ്പറേറ്റർമാർ വഴി സാധാരണ ജനങ്ങളിൽ നിന്നും വിനോദ നികുതി പിരിക്കാനുള്ള കോർപ്പറേഷൻ നീക്കം ഏകപക്ഷീയവും ജനവിരുദ്ധവുമാണ്. ഈ നീക്കത്തിൽ നിന്ന് കോർപ്പറേഷൻ പിന്മാറിയില്ലെങ്കിൽ കോർപ്പറേഷനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ പറഞ്ഞു.
ഇതിന്റെ ഭാഗമായി മാർച്ച് 10 കൊച്ചി കോർപ്പറേഷനിലേക്ക് കേബിൾ TV ഓപ്പറേറ്റർമാർ മാർച്ചും ധർണയും നടത്തുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി.